ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നാളെ 5ാം ക്ലാസ്സിലത്തെ എല്ലാ കൂട്ടുകാർക്കും അടിസ്ഥാന പാഠാവലിയാണ് വിഷയം. അപ്പോൾ അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രവർത്തനം 1, ലഘുക്കുറിപ്പ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ കുറിപ്പ് എഴുതാനായിട്ടുണ്ടാവും. അപ്പോൾ കൂട്ടുകാർ അതിൻ്റെയൊക്കെ മാതൃക നോക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. നഷ്ടപ്പെട്ടു പോയ ഗ്രാമീണ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുന്ന കവിതയാണ് പി കുഞ്ഞിരാമൻ നായരുടെ ഏങ്ങുപോയി എന്ന കവിത. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഗ്രാമീണ ഭംഗിയെക്കുറിച്ചിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ കവിതയുടെ കുറച്ച് ലൈൻസും വരികളും കൊടുത്തിട്ടുണ്ട്. ദെൻ അതിലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. പ്രകൃതി മനുഷ്യന് നൽകിയ ദാനം ഇന്ന് മനുഷ്യൻ്റെ ക്രൂരത കൊണ്ട് നശിപ്പിക്കപ്പെടുന്നു. മനുഷ്യൻ്റെ ഇടപെടലുകൾ പ്രകൃതിയെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ് മനുഷ്യൻ്റെ ഇടപെടലുകൾ പ്രകൃതിയെ എങ്ങനെയെല്ലാമാണ് ബാധിക്കുന്നത്, എങ്ങനെയെല്ലാമാണ് ബാധിക്കുന്നത് എന്ന് വെച്ചാൽ ആ വിഷയത്തെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആ കുറിപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് താഴെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പുഴകൾ മലിനമാകുന്നു, കുന്നിടിക്കുന്നു, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. മരങ്ങൾ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമാണ്. പക്ഷേ ഇന്ന് മനുഷ്യർ ആവശ്യത്തിനും അനാവശ്യത്തിനും മരങ്ങൾ വെട്ടിമുറിക്കുന്നു. അത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്നു. മരങ്ങൾ പ്രകൃതിയുടെ വരദാനമാണ്. പക്ഷേ ഇന്ന് മനുഷ്യർ പ്രകൃതിയിൽ നിന്നും വളരെയേറെ അകന്നു പോയിരിക്കുന്നു. മണ്ണും വായുവും ജലവും എല്ലാം മലിനമാകുന്നു. പ്രകൃതിയെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുകയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതാണ് ലഘുക്കുറിപ്പ് തയ്യാറാക്കേണ്ടതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ കൂട്ടുകാരുടേതായ ഭാഷയിൽ ഇത് നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കി നോക്കാം. വേറെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പൂവ് എന്നതിൻ്റെ പകരപദം എഴുതുക. അപ്പോൾ പൂവ് എന്നതിൻ്റെ വേറൊരു പദം തേന്, പുഷ്പം, വാടി. ഏതാണ് പുഷ്പം? ഏതാണ് പൂവ്? പുഷ്പം. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ഒറ്റ പദമാക്കാം. മുഖത്തിൻ്റെ കാന്തി, മുഖക്കാന്തി. എന്താണ് മുഖത്തിൻ്റെ കാന്തി? മുഖക്കാന്തിയാണ്. അങ്ങനെയാണെങ്കിൽ മരത്തിൻ്റെ കൊമ്പ് എന്തായിരിക്കും? മരക്കൊമ്പ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? പോസ്റ്റർ നിർമ്മാണം. മാർച്ച് 22 ലോക ജലദിനം. ഭൂമി വെള്ളം കുടിച്ച് തേട്ടണം, പുറത്തേക്ക് വരണം. അപ്പോൾ തേട്ടണം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരണം, എന്നാലേ മണ്ണിൽ വെള്ളം ഉണ്ടാവൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശുദ്ധജല ദൗർലഭ്യം രൂക്ഷമാകുന്ന വേനൽക്കാലത്ത് ജലത്തിൻ്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. പോസ്റ്റർ ആകർഷകമാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ എന്താണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ കൂട്ടുകാർ ചിത്രമൊക്കെ വരച്ചിട്ട് നല്ല ഭംഗിയിൽ ബോക്സൊക്കെ വരച്ചിട്ട് വേണം പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോസ്റ്റർ തയ്യാറാക്കി നോക്കുക. നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് പ്രവർത്തനം നോക്കാം. എന്താണ്? കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. പാലപ്പൂ ചുണ്ടുകൾ ചാലെ പിളർക്കുന്നവ, ആടാൻ കൊതിയാർന്ന് ചേലച്ചിറകുകൾ ചേലിൽ വിരിക്കുന്നവ. മുകളിൽ കൊടുത്ത വരികൾ വായിച്ചല്ലോ. നമുക്ക് ചുറ്റും ധാരാളം പക്ഷികളുണ്ട്. നിരീക്ഷിക്കാറില്ലേ? നിങ്ങൾ നിരീക്ഷിച്ച ഒരു പക്ഷിയെക്കുറിച്ചുള്ള അനുഭവം തയ്യാറാക്കാൻ. അപ്പോൾ എന്താണ്? നമ്മുടെ ചുറ്റും ഒരുപാട് പക്ഷികളുണ്ട്. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒരു പക്ഷിയെ കുറിച്ചിട്ട് നിരീക്ഷിച്ച് ആ പക്ഷിയെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവം തയ്യാറാക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പക്ഷിയെ കുറിച്ചിട്ട് എഴുതാം. നമുക്കൊരു ഉദാഹരണം നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലത്തെ ബി ക്വസ്റ്റ്യനും കൂടി വായിച്ചിട്ട് നമുക്ക് പക്ഷിയെക്കുറിച്ച് വിവരണം തയ്യാറാക്കാം. മാതൃക നോക്കി പൂരിപ്പിക്കാം. പൂവൻകോഴി, പിടക്കോഴി. അങ്ങനെയാണെങ്കിൽ അച്ഛൻ കിളിയുടെ അവിടെ എന്താ വരിക? അമ്മക്കിളി. എന്താണ്? അമ്മക്കിളി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പക്ഷിയെ നിരീക്ഷിച്ചു കൊണ്ടുള്ള ഒരു അനുഭവം തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമ്മളിവിടെ പ്രാവിനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ലോകമെമ്പാടും കാണപ്പെടുന്ന വളരെ മനോഹരമായ അല്പം തടിച്ച ശരീരവും കുറുകിയ കഴുത്തുമുള്ള പക്ഷിയാണ് പ്രാവ്.
വെള്ള, ചാരം, കറുപ്പ് എന്നിങ്ങനെ വ്യത്യസ്ത നിറങ്ങളിലുള്ള പ്രാവുകളുണ്ട്. അമ്പലങ്ങൾ, പള്ളികൾ, പഴയ മാളിക വീടുകൾ, കോട്ടകൾ എന്നിവിടങ്ങളിൽ കൂട്ടമായി കൂടുകെട്ടി താമസിക്കുന്നു. അവയ്ക്ക് ചെറിയ മൂർച്ചയുള്ള ഒരു കൊക്കും 2 വലിയ ചിറകുകളും കൂർത്ത നഖങ്ങളും 2 കാലുകളുമുണ്ട്. ചുവപ്പും തവിട്ടു നിറമുള്ള 2 കണ്ണുകൾ പ്രാവിൻ്റെ പ്രത്യേകതകളാണ്. വളരെ ശാന്ത സ്വഭാവം തന്നെയാണ് പ്രാവുകൾക്ക്. പ്രാവുകൾ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. വിത്തുകൾ, ധാന്യങ്ങൾ, ചെറിയ പരിപ്പ്, പയർവർഗ്ഗങ്ങൾ മുതലായവ ഭക്ഷിക്കുന്നു. പ്രാവുകളെ സമാധാനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കുന്നു. അതിൻ്റെ ഓർമ്മശക്തിയും കേൾവിശക്തിയും മികച്ചതാണ്. മുൻകാലങ്ങളിൽ കത്തുകൾ അയക്കാൻ പ്രാവുകളെ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു പക്ഷിയെ കുറിച്ചിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.